കേരളത്തിൻ്റെ പുതിയ പശ്ചാത്തലങ്ങളും ചരിത്രമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പറഞ്ഞു പോകുകയാണ്, ലഹരിയിൽ മുങ്ങുന്ന നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഏതു നിമിഷവും ലഹരി മാഫിയയുടെ കെണിയിൽ വീഴാനായി നിൽക്കുന്ന കൗമാരം ഇന്നൊരു പ്രശ്നമായി മാറുകയാണ്. അനുകൂലമായ ഒട്ടനേകം സാഹചര്യങ്ങൾ ലഹരിയുടെ വ്യാപനത്തിന് നമ്മുടെ നാട്ടിൽ സാഹചര്യങ്ങൾ അത്തരത്തിൽ അനുകൂലമായി വന്നുകൊണ്ടിരിക്കുക. വൃത്തികേടുകൾ കാണിക്കുന്ന യൂട്യൂബർമാരും വ്ളോഗർമാരുമൊക്കെ റോൾ മോഡലായി കാണുന്ന കുരുന്നു മക്കൾ വരെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ നെറ്റ്വർക്ക് സംവിധാനങ്ങളോടെ ലഹരി മാഫിയ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയപ്പാടിലായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഇന്നുണ്ട്. മദ്യത്തിൻ്റെ പോഷക ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികൾ വരെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ലജ്ജ തോന്നുകയാണ്. മാത്രവുമല്ല, ഒരു നാടിൻ്റെ രാജ്യത്തിൻ്റെ മുഖ്യ വരുമാനമായി മദ്യത്തെ ആശ്രയിക്കുന്ന ഭരണ സംവിധാനങ്ങളും വരെ ഇന്നുണ്ട്. ഇതെല്ലാം ഈ നാടിൻ്റെ ഒരു നേർചിത്രമായി എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ എത്ര അപകടമാണ് ഈ പോക്ക് എന്ന് നമുക്കെല്ലാം ബോധ്യമുണ്ട്. ഇതത്ര സുഖത്തിലല്ല, ഇത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ നാടിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ചില ബാധ്യതകളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും കടമകളുണ്ട്. നിഷ്ക്രിയരായി ഒന്നും മിണ്ടാതെ അനങ്ങാതെ ഇരുന്നാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സജീവമായ ഇടപെടലുകൾ ഓരോരുത്തർക്കും സാധ്യമാകുന്നത് ചെയ്തേ പറ്റൂ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കുകയാണ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയുടെ മുമ്പിൽ 3 ഘട്ടങ്ങളായി പാടില്ല എന്ന് പറഞ്ഞ അവസാനത്തിൽ ഇത് സമ്പൂർണ്ണ മദ്യ നിരോധനം ഏർപ്പെടുത്തി മാതൃക കാണിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യഘട്ടത്തിൽ അവരുടെ മനസ്സിലേക്ക് അതിനെക്കുറിച്ച് മദ്യത്തിൻ്റെ ഒഴുക്കായി ആഭാസങ്ങൾക്ക്, നെറികേടുകൾക്ക് സാക്ഷികളായിരുന്ന ഒരു ജനതയോട് ആദ്യം പറഞ്ഞു, മദ്യത്തിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാളേറെ ആ സാധനം കൊണ്ട് നിങ്ങൾക്ക് ദോഷമാണ്. ഖുർആൻ എന്താ പറഞ്ഞ്? ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. നിരുത്സാഹപ്പെടുത്തുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയല്ല. അവരോട് പറഞ്ഞു, അതിലേറെക്കുറേയും ഭൂരിഭാഗവും നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യുന്ന സാധനമാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ ആയത്തിറങ്ങിയിട്ട് പറഞ്ഞു, ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ. മദ്യപിച്ചുകൊണ്ട്, മത്ത് പിടിച്ചുകൊണ്ട്, ലഹരി പിടിച്ചവരായി നിങ്ങൾ നമസ്കാരത്തിനെ സമീപിക്കരുത്. ആ സമയം കൂടെ അവരെ മാറ്റത്തിന് വിധേയമാക്കി. അടുത്ത ഘട്ടത്തിൽ അവരോട് പറഞ്ഞത് ഇതൊഴിവാക്കണം, പൂർണ്ണമായി ഒഴിവാക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുവഹിദീങ്ങളെ എല്ലാവർക്കും ബാധകമാണ്. സൂറത്ത് മാഇദയിലെ 90-ാമത്തെ 91-ാമത്തെ ആയത്താണ്. സംശയിക്കേണ്ട, അള്ളാഹുവിൻ്റെ വചനം ഇറങ്ങി. സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം. ചില ദുഷിച്ച കാര്യങ്ങളെ എടുത്തു പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞു തീർച്ചയായും അൽ ഖംർ, മദ്യപാനം എന്നത്. പിന്നെയാ പറഞ്ഞത് വൽ മൈസിർ, ചോദാട്ടം, വൽ അൻസാബു വൽ അസ്ലാം, പ്രശ്നങ്ങൾ നോക്കുന്ന അമ്പുകളാവട്ടെ, പ്രതിഷ്ഠകളാവട്ടെ, വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകളെ എടുത്തു പറഞ്ഞതിൽ ആദ്യം വിളിച്ചു പറഞ്ഞത് അൽ ഖംർ, മദ്യപാനാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇതിനെപ്പറ്റി ഈ 4 കുറിച്ചും പറഞ്ഞത് റിജ്സും മിൻ അമലിശ് ശൈത്താൻ, ഇത് റിജ്സാണ്. റിജ്സ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം മാലിന്യമാണ്, മ്ലേച്ഛമാണ്, വൃത്തികേടാണ്. ഇത് പോഷകാണെന്നല്ല പറഞ്ഞു. റിജ്സും മിൻ അമലിശ് ശൈത്താൻ, ഇത് പിശാചിൻ്റെ മ്ലേച്ഛതയായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. ഇനി എന്താ നമ്മൾ ചെയ്യുക? ഫജ്തനിബൂഹു, നിങ്ങൾ അത് വർജിക്കണം, സമ്പൂർണ്ണമായി ഒഴിവാക്കണം. ഇജ്തനബ എന്ന വാക്കിനെ തഫ്സീറിൽ ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അതിർത്തികളിലേക്ക് പോലും കടന്നു പോകരുത്, അത്രക്ക് വിട്ടു നിൽക്കണം.
ഇജ്തനിബൂ, നിങ്ങളത് പാടെ ഒഴിവാക്കണം. എന്നിട്ട് ആയത്തിന്റെ അവസാനം പറയാണ് ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയം കിട്ടിയേക്കാം, നിങ്ങൾ വിജയിച്ചേക്കാം. നമുക്ക് ജയിക്കണോ? ഈ സാധനങ്ങൾ ഒഴിവാക്കണം. സത്യവിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, നമ്മൾ എത്രമാത്രം ചിന്തിക്കണം. നമ്മളിങ്ങനെ വിചാരിക്കുക, ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ, ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നത്, എൻ്റെ വീട്ടിൽ ആരും ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന കേൾക്ക്. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ. ഇതൊക്കെ നാട്ടിലുണ്ടായാൽ നിങ്ങൾ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ഇത് ഒരു നാട്ടിലങ്ങ് പടർന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഇന്നമാ യുരീദു ശൈത്വാനു, തീർച്ചയായും പിശാചി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയ്യോഖിഅ ബൈനകുമുൽ അദാവ, നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ നോക്കുകയാണ്. മദ്യപാനികളിലൂടെ ശത്രുത പരത്തുകയാണ്. വൽ ബഗ്ദാ, കോപവും വെറുപ്പും പ്രചരിപ്പിക്കുകയാണ്. ഫിൽ ഖംരി, മദ്യത്തിലൂടെ. വൽ മൈസിരി, ചോദാട്ടത്തിലൂടെ. പരസ്പരം ദേഷ്യവും അതുപോലെ കോപവും വെറുപ്പും ഇളക്കി ശത്രുതയുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ കടന്നു വരുന്നത്. നേരെ ചിന്തിച്ചാൽ നമുക്ക് കിട്ടും. വയസുദ്ദക്കും ഇതിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് നിങ്ങളെ അകറ്റുകയാണ്. പടച്ചോനെ പേടി എന്ന് പറഞ്ഞ സംഭവം പിന്നെ ഇല്ലാതെയാവും. നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ അകറ്റുന്നതുമായിരിക്കും ഈ മദ്യവും ചോദാട്ടവും. എന്നിട്ട് ഖുർആൻ ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം ഇന്ന് ഖുത്ബ കഴിഞ്ഞ് പോയിട്ട് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. നിങ്ങൾക്കിതിൽ നിന്നൊന്നും വിരമിക്കാൻ സമയമായില്ലേ? ഇതൊന്നും നിർത്താനായില്ലേ എന്നാണ് ചോദിക്കുന്നത്. സകല തിന്മകളുടെ മുമ്പിലും ഈ ചോദിച്ചിട്ട് കൊടുക്കുക. എടാ വ്യഭിചാരി, നിനക്ക് നിർത്താനായില്ലേ? പലിശക്കാരാ, നിനക്ക് നിർത്താനായില്ലേ? തോന്നിവാസികളെ, നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലേ? ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇനിയും നിർത്താൻ സമയമായിട്ടില്ലേ? ഈ ചോദ്യം, ഈ സംഭവം അവിടെ ഇറങ്ങിയ കാലത്തുണ്ടായ മാറ്റം പറയാണ്. അന്ന് ആയത്ത് കേട്ടിരുന്ന മദ്യപിച്ചിരുന്ന ആളുകൾ വായിലേക്ക് വിരലിട്ട് ഛർദ്ദിച്ച് കളഞ്ഞു. അന്ന് വിൽക്കാൻ വെച്ച ബാരൽ കണക്കിന് സാധനങ്ങൾ എടുത്ത് കുത്തി പൊട്ടിച്ച് ഒഴുക്കി കളഞ്ഞു. പിന്നീട് ആ ഒഴുകിയ ഭാഗത്ത് കാലങ്ങൾ കഴിഞ്ഞ് ചെടി മുളച്ച് അതിൽ നിന്ന് കായ്കനികൾ ഉണ്ടായാൽ ആ കായ്കനികൾ കഴിക്കുന്നത് പോലും അവർക്ക് വെറുപ്പായിരുന്നു. നമ്മൾ പറഞ്ഞതൊരു മദ്യം കുടിക്കുന്നത് മാത്രമല്ല എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, എന്തിനാണ് മദ്യം ഒഴിവാക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ സമാധാനത്തിൻ്റെ ഏറ്റവും നല്ല ശിരാകേന്ദ്രമാണ് കുടുംബം. ഈ കുടുംബം തകർക്കുന്ന, ശിഥിലമാക്കുന്ന, അസമാധാനം വിതക്കുന്ന, അശാന്തിയുടെ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു മദ്യം. സംശയമില്ല. എത്ര ഭാര്യമാരാണ്, മക്കളാണ്, മാതാപിതാക്കളാണ് മദ്യപാനികളുടെ കെടുതികൾ കൊണ്ട് കരയാത്ത ദിവസങ്ങളില്ല, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ഭർത്താവ്, ഈ മകൻ, ഈ അച്ഛൻ, ഈ ബാപ്പ, ഈ മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് വരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കൊതിച്ചു പോകാണ് ശല്യം കാരണം കൊണ്ട്. നാട്ടിൽ അപമാനത്തോടെ ഒരു കള്ളുകുടിയൻ്റെ മോനായി കാണുന്നത് പോലും എത്രമാത്രം പ്രയാസമാണെന്ന് ആലോചിച്ച് നോക്ക്. മാത്രമാണോ, നമ്മുടെ നാട്ടിലൊക്കെ പടർന്നു പിടിച്ച പല അക്രമ പ്രവർത്തനങ്ങൾ. ആലുവയിലെ 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്തിയെങ്കിൽ വാർത്ത വായിച്ചിലെ പ്രതി മദ്യലഹരിയിലായിരുന്നു. അവർക്ക് 5 വയസ്സും 4 വയസ്സും ഒരു പ്രശ്നമല്ല. ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തി, പ്രതി ലഹരിയിലായിരുന്നു. അങ്ങനെ 100 കണക്കിന് കേസ് വായിക്കാം. എന്നിട്ട് നമ്മൾ പറയുകയാണിത് പോഷകാണ്. സഹോദരങ്ങൾ, ഈ ലഹരി ഇങ്ങനെ പടർന്ന് പിടിച്ച് പന്തലിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്ര സംഭവങ്ങളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. ഈ മദ്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സകല തിന്മകളുടെയും മാതാവാണ്. എല്ലാ തിന്മകൾക്കുമുള്ള മാതാവാണ്. വഅക്ബറുൽ കബായിർ, പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപമാണ്, മഹാപാപാണ്. ചെറിയതല്ല, നിസ്സാരമല്ല. മൻശരിബഹാരെങ്കിലും കുടിച്ചാൽ അവൻ അവൻ്റെ ഉമ്മയിൽ ചെന്ന് വീഴും, അവൻ്റെ അമ്മായിൽ ചെന്ന് പതിക്കും, അവൻ്റെ ഇളയമയിൽ ചെന്ന് പതിക്കും. അവനക്ക് ഉമ്മയാണോ ഇളയമയാണോ അമ്മായിയാണോ എന്നൊന്നും തിരിച്ചറിയില്ല. അവൻ ആരടുത്തും ചൊല്ലും.
എത്ര കൃത്യമാണ് ഈ പ്രവചനം നോക്കൂ നിങ്ങൾ. മഹാനായ സ്വഹാബി വര്യൻ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചു, കുറേ ഉപദേശം കൊടുത്തു. അതിലൊരു ഉപദേശം എന്തായിരുന്നു അറിയോ? അബൂദർദായെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്, ലാ തശ്റബുൽ ഖംർ, ഒരിക്കലും ജീവിതത്തിൽ മദ്യപിക്കരുത് കേട്ടോ, മദ്യം കുടിക്കരുത്. കാരണം ഫഇന്നഹാ മിഫ്താഹു കുല്ല ശർറിൻ, എല്ലാ ശർറിൻ്റെയും താക്കോലാണ് മദ്യം. അതങ്ങോട്ട് കുടിച്ചകത്തുകണ് ചെന്ന് കഴിഞ്ഞാൽ തെറി പറയാൻ ഒരു പ്രശ്നം വരില്ല. ഒരാളെ കൊല്ലണമെന്ന് തോന്നിയാൽ കൊല്ലാൻ കഴിയും, വ്യഭിചരിക്കണമെന്ന് തോന്നിയാൽ വ്യഭിചരിക്കും, അത് വെച്ചുകൊണ്ട് അക്രമം ചെയ്യണമെന്ന് തോന്നിയാൽ അയാൾ ചെയ്യും. അയാളുടെ മനസ്സിനകത്ത് പിന്നെ പ്രവർത്തിക്കുന്നത് ഷെറുകളുടെ താക്കോലാകുന്ന കള്ളാണ്, മദ്യമാണ്. ഇതൊക്കെ എത്ര മുമ്പാണ് നമ്മളെ പഠിപ്പിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, വ്യാപിച്ചിരുന്നു, അടിമപ്പെട്ടിരുന്നു, അഡിക്റ്റഡ് ആയിരുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? അവർക്ക് ദൈവബോധം ഇട്ടുകൊടുത്തു, പടച്ചോനെ പേടിയിട്ട് കൊടുത്തു, അവർക്ക് അള്ളാഹന്റെ ആയാത്തുകൾ ഓതി കേൾപ്പിച്ചു കൊടുത്തു, അവരിലൂടെ തസ്കിയത്ത് നടത്തി ഉത്ബോധനങ്ങളിലൂടെ മാറ്റിയെടുത്തു. നമ്മുടെ പള്ളികളിൽ ഖുത്ബക്ക് വേണ്ടി വരുന്ന ആളുകളിൽ ലഹരികൾക്ക് സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവാം, മദ്യപിക്കുന്നവരുണ്ടാവാം, പല സ്വഭാവക്കാരുണ്ടാവാം. ഈ വരുന്ന ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ നല്ലൊരു ഉത്ബോധനം കിട്ടുന്നുണ്ടോ? അറബിയിൽ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ വായിക്കുന്നു, കുറേ ആൾക്കാർ ആമീൻ പറയുന്നു, എഴുന്നേറ്റ് പോകുന്നു. ഒരു നല്ല ഉത്ബോധനം പോലും ലഭിക്കുന്നില്ല. സ്വഹാബത്തിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അവരെ മാറ്റിയെടുത്തത്? യത്ലു അലൈഹിം ആയാതി, അള്ളാന്റെ ആയത്തുകൾ അവർക്കങ്ങ് ഓതി കേൾപ്പിച്ചു കൊടുത്തു. വയുസക്കീഹിം, എന്നിട്ട് അവരെ സംസ്കരിച്ചെടുത്തു. വയുഅല്ലിമുഹുൽ കിതാബ്, അവർക്ക് വേദഗ്രന്ഥം നന്നായി പഠിപ്പിച്ചു കൊടുത്തു. ആരായിരുന്നു ആ പറഞ്ഞ ആൾക്കാർ? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. അവർ നന്നായി. എന്തേ കാരണം? അവർക്ക് അള്ളാന്റെ കലാമട് പഠിപ്പിച്ചു കൊടുത്തു. നമ്മുടെ ഈ പള്ളിയുടെ പരിസരത്ത്, ഈ പള്ളിയുടെ കീഴിൽ ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പരിസരത്ത് താമസിക്കുന്ന എത്ര കുടുംബങ്ങൾ അത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ കാണാറുണ്ട്. കുടുംബത്തിലുണ്ടാകുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാതെ കടന്ന് അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുക, ആശുപത്രികളും സൈക്കാട്രിസ്റ്റുകളെയും തെരഞ്ഞു നടന്നുകൊണ്ടിരിക്കുക. പരിഹാരം നമ്മുടെ കയ്യിലുണ്ട്, വിശുദ്ധ ഖുർആൻ. ആ അന്നുണ്ടായിരുന്ന പലരെയും മാറ്റിമറിച്ചത്, വിപ്ലവം ഉണ്ടാക്കിയത് അള്ളാന്റെ ആയത്തുകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തവരെ മാറ്റിയെടുത്തു. സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയാത്തുകളെ കൊണ്ട് അവരെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു, അതിനുവേണ്ടി പരിവർത്തനമുണ്ടാക്കി. ഇനി എന്തുകൊണ്ടാണ് ഇതൊക്കെ നിർത്തിവെച്ച് കഴിഞ്ഞാൽ ഈ മദ്യം ഇത്ര അപകടമാണെങ്കിൽ നമുക്കത് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ, അപ്പോൾ മറുപടി വരുന്നു, നല്ല മദ്യം അങ്ങ് നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ വിഷമദ്യം ഒഴുകൂലേ? വല്ലാത്ത പേടിയാണ്. ഇതൊഴിവാക്കിയാൽ വിഷമദ്യം കേരളത്തിൽ ഒഴുകുള്ളൂ, അതുകൊണ്ട് ഇത് പറ്റൂല, ഒഴിവാക്കാൻ പറ്റൂല. മാത്രമല്ല എത്രയോ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടല്ലേ, പാവങ്ങൾ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടൂലേ? പിന്നെയോ കേരളത്തിൻ്റെ വരുമാനം കുറയൂലേ? ഞാൻ ചോദിക്കുക, ഈ ചോദ്യങ്ങളൊക്കെ ആരോഗ്യകരമായ നല്ല ഒരു സമുദായത്തെ, ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണോ എന്ന് ചിന്തിച്ചാൽ മതി. നല്ല സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു സമൂഹത്തിനോട് പറയാൻ പറ്റുന്നതാണോ ഈ കാരണങ്ങളൊക്കെ? ആലോചിക്കുക. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് കുടിക്കുന്ന വിഷയം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞു 10 കാര്യങ്ങൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഏതാ 10 കാര്യം? കള്ളുമായി ബന്ധപ്പെട്ട 10 കാര്യങ്ങൾ. ഈ ഖുത്ബയിലിരിക്കുന്ന, വള്ളിയിലിരിക്കുന്ന ഓരോരുത്തരും പറയും, ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ കൈ പോയിട്ടുണ്ടോ നോക്കിയാൽ മതി. ഏതൊക്കെയാ? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി 10. 10 കാര്യങ്ങൾ മദ്യവുമായി ബന്ധപ്പെട്ട് ശപിക്കപ്പെട്ട കാര്യങ്ങളാണ്. ആസിറഹാ, അത് വാറ്റുന്നയാള്, കുടിക്കലില്ല, അതിങ്ങനെ വാറ്റി കൊടുക്കും, അതിന് സൗകര്യം ചെയ്തു കൊടുക്കും. വമുഅ്തസിറഹാ, ആർക്ക് വേണ്ടിയാണോ വാറ്റുന്നതെങ്കിൽ അവനും ശപിക്കപ്പെട്ടവനാണ്. വശാരിബഹാ, അത് കുടിക്കുന്നവൻ, സംശയമില്ല. വഹാമിലഹാ, അത് വഹിക്കുന്നവൻ, അതിൻ്റെ വാഹനത്തിലെ ഡ്രൈവറാണോ, എനിക്ക് പണി പറ്റൂല, അത് വഹിക്കുന്നവൻ. വസാഖിഹാ, അത് കുടിപ്പിക്കുന്നയാള്. കല്യാണ പാർട്ടിക്ക്, തക്കാരത്തിന്, ബർത്ത്ഡേകൾക്ക് ഇന്ന് നമ്മുടെ സമുദായത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക. ചില വീഡിയോകളും ഒക്കെ നമ്മളിങ്ങനെ ശ്രദ്ധയിൽ ഇങ്ങനെ കാണുകയാണ്. ബർത്ത്ഡേയുടെ പ്രോഗ്രാമിൽ മുസ്ലിം വേഷധാരികളായ ആളുകൾ ഷാമ്പെയിനൊക്കെ പൊട്ടിച്ച് അങ്ങനെ ആഘോഷത്തിമിർപ്പിലായിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ അടുക്ക് വായിക്കണം നമ്മൾ.
അത് വിളമ്പിക്കൊടുക്കുന്നയാൾ, അത് വിലക്ക് വാങ്ങുന്നയാള്, കുടിപ്പിക്കുന്നയാൾ, ആക്കില സമനഹ അതിൻ്റെ വിലയെടുത്ത് തിന്നുന്നയാൾ. കുടിക്കുന്നില്ല, കൊണ്ടോണമൊന്നുമില്ല, അതിൻ്റെ പൈസ കൊണ്ടാണ് ഇയാൾ ജീവിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എണ്ണി 10ഓളം കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും നമ്മുടെ ലൈഫിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ബന്ധം ഉണ്ടാവരുതെന്നർത്ഥം. എന്നിട്ട് പറഞ്ഞു കുല്ലു മുസ്കിരിൻ ഖംർ, എല്ലാ ലഹരിയും മദ്യമാണ്. മദ്യത്തിന് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ എല്ലാ ലഹരിക്കും ബാധകമാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും നിങ്ങൾക്ക് ഹറാമാണ്. സിഗരറ്റ് വലിക്കാരാ, നിന്റെ ചുണ്ടത്തിട്ട് നീ വലിക്കണ സാധനം ഹറാമാണ്. നിനക്ക് കള്ള് ഷാപ്പിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ യോഗ്യതല്ല. സിഗരറ്റ് കച്ചവടക്കാരാ, നീ നിന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹറാമാണ്. നിന്റെ കടയിൽ വേറെ എന്ത് അരി വെച്ചാലും പച്ചക്കറി വെച്ചാലും നീ മിക്സ്ഡ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറ്റൂല. നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സിഗരറ്റ് എങ്ങനെ നമുക്ക് വലിക്കാൻ പറ്റാത്ത നമുക്ക് വെക്കാൻ പറ്റുന്നത്? MDMഉം രാസപദാർത്ഥങ്ങളും മറ്റുമൊക്കെ എത്ര പൈസ കിട്ടിയാലും എന്തൊക്കെയാണെങ്കിലും ശരി, നമുക്ക് എല്ലാ മുസ്കിറുകളും ഹറാമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 3 ആൾക്കാർ സ്വർഗത്തിലെത്തൂല. ആരാണ്? ലാ യദ്ഖുലുൽ ജന്നത ആകുൻ, മാതാപിതാക്കളെ ധിക്കരിക്കുന്നവർ സ്വർഗത്തിലെത്തൂല. വലാ മന്നാനുൻ, ചെയ്ത നന്മകൾ എടുത്ത് ഉപദ്രവിക്കുന്നവർ സ്വർഗത്തിലെത്തൂല. വലാ മുദ്മിനു ഖംറിൻ, മദ്യപാനികൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. സ്വർഗം നഷ്ടപ്പെടുക. ഇതിന്റെ ദോഷം നമ്മൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആർക്കെങ്കിലും അള്ളാനെയും പരലോകത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ കുടിക്കരുത് എന്നല്ല പറഞ്ഞ, അതാ ഞാൻ പറഞ്ഞത്. ഇത് കുടിക്കുക എന്നത് മാത്രമല്ല, അള്ളാനും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംർ, മദ്യം വിളമ്പുന്ന ടേബിളുകളിൽ നിങ്ങൾ പോയി ഇരിക്കുക പോലും ചെയ്യരുത്. ആ ഹോട്ടലിൽ മദ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവിടേക്ക് പ്രവേശനമില്ല. നമുക്ക് മദ്യം വിളമ്പുന്ന ടേബിളുകളിൽ സദസ്സുകളിൽ നീ ഇരിക്കരുത്. വമൻ ശരിബഹാ ലം യഖ്ബലില്ലാഹു മിൻഹു സ്വലാത 40 യൗമാ, പ്രത്യേകിച്ചാൽ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല. നിസ്കരിക്കാത്തവൻ 40 ദിവസം കാഫിറാണ്. വമൻ മാത വഇമ്മാത, ഒരാൾ അങ്ങനെ മരിക്കുന്നു, വഹിയ ഫീ ബത്നിഹി മാത മീതതൻ ജാഹിലിയ, ഒരാൾ മദ്യപാനിയായിരിക്കുകയാണ് മരിച്ചതെങ്കിൽ. ചില മയ്യത്തുകളൊക്കെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ മയ്യത്തിൻ്റെ അണ്ണാക്കുന്നും പല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ മദ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തൊക്കെ എടുത്തിട്ടാണ് കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്യുന്നത്. ഒരാൾ മരിക്കുന്നു, അയാളുടെ വായ്ക്കകത്ത് അല്ലെങ്കിൽ വയറിനകത്ത് മദ്യത്തിൻ്റെ അംശത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ അവൻ ജാഹിലീയത്തിൽ മരിച്ചവനെ പോലെയാണ്. ഇനി ഇതിനേക്കാളേറെ അതിന് വിശദീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുക, ഈ ലഹരിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ മുഴുവനും നമ്മൾ ഒഴിവാക്കണം. ചീത്ത കൂട്ടുകെട്ടുകൾ ഒരു വലിയ കാരണമാണ്. നല്ല ബോധമില്ലാത്ത ആളുകളുടെ കൂടെയുള്ള സഹവാസം, നമ്മുടെ മക്കൾ പ്രത്യേകിച്ച് ബാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് സ്നേഹം സംസാരം കിട്ടണില്ല, തലോടൽ കിട്ടുന്നില്ല, സാന്ത്വനിപ്പിക്കുന്ന പ്രയോഗങ്ങളില്ല, ഒരുമിച്ചിരിക്കണില്ല. സ്വാഭാവികമായും അവന് രസം തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന, സ്നേഹം തോന്നുന്ന പല കൂട്ടുകെട്ടുകളിലേക്കും ചെന്ന് ചാടും, അപകടങ്ങളിലേക്ക് എത്തുന്നു. അവസാനം എന്തെങ്കിലും പ്രതിയാക്കപ്പെടുന്നു, ദുനിയാവിലെ ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു, നാളെ പരലോകത്ത് നിന്ദ്യകരമായ നരകത്തിൻ്റെ തീയിൽ വെന്തരിയപ്പെടുന്നു. എത്ര അപമാനകരമാണ്. ഉപയോഗിക്കുന്ന ഓരോരുത്തരും നമ്മുടെ വീട്ടിലെ പരിസരത്ത് ആളുകൾ തിരിച്ചറിയണം. പുതിയ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച 24-44 മണിക്കൂർ ആക്റ്റീവായി തുള്ളിച്ചാടാൻ പറ്റുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. മണം പോലും അറിയാത്ത സാധനങ്ങൾ, ഉറക്കം പോലും വരാത്ത സാധനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ തിരിച്ചറിഞ്ഞവരെ പരിഹരിക്കാൻ കഴിയണം. ഇസ്ലാമികമായ ജീവിതം കൊണ്ടാണ് ഇതിന് പരിഹാരം. നല്ല ഇസ്ലാമിക മൂല്യങ്ങൾ കണ്ടറിഞ്ഞ് ചിട്ടയായ നല്ല ഉറക്കം, നേരത്തെ ഉറങ്ങാനുള്ള കഴിവ്, അത് നേരത്തെ ശരിയാക്കിയെടുക്കണം. നല്ല ക്രമപ്രകാരമുള്ള ഭക്ഷണം, ആവശ്യം ഇസ്ലാം അനുവദിച്ച നല്ല രൂപത്തിലുള്ള വിനോദങ്ങൾ തുടങ്ങിയതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം തെറ്റായ വഴികളിലേക്ക് പോകുന്നത് അപകടകരമാണ്. ഒരു തവണ എങ്ങാനും ഇത് ഉപയോഗിച്ചു തുടങ്ങിയാൽ അവൻ നിരന്തരമായി അതിന് അടിമപ്പെടുന്നവനായി മാറുകയാണ്. ഒരു മദ്യപാനിയുടെ കെടുതിയിൽ നിന്ന് ഒരാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ ചുരുങ്ങിയത് 30ഓളം ആളുകൾ സന്തോഷിക്കും. അയാളെ മക്കൾ, ഭാര്യ, അയൽവാസി, ഇങ്ങനെ. ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണം വേണം. നമ്മളൊക്കെ ജീവിക്കുന്ന നാട് എവിടെയാണെങ്കിൽ ആ നാട്ടിലെ മുഴുവൻ മനുഷ്യരും വിളിച്ചിട്ട്, ഇതൊരു മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, ഇത് ഈ നാടിൻ്റെ പ്രശ്നമാണ്. ഒത്തൊരുമിച്ച് പോലീസുമായി, ആരോഗ്യ പ്രവർത്തകരുമായി ഒത്തൊരുമിച്ച് ജനകീയ ബോധവൽക്കരണങ്ങൾക്ക് നമ്മൾ മുന്നിലുണ്ടാവണം.
നമ്മുടെ മഹല്ലുകളിൽ നിങ്ങൾ പ്രവർത്തികളാണ്, നിങ്ങൾ അവിടുത്തെ ഭാരവാഹികളാണെങ്കിൽ മഹല്ലിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ അധികാരമുണ്ടെങ്കിൽ മഹല്ലിൻ്റെ കീഴിൽ മുഴുവൻ കുടുംബങ്ങളെയും വിളിച്ചു വരുത്തി ശക്തമായ ബോധവൽക്കരണം നടത്തണം. പറയാൻ കാരണം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, രക്ഷിതാക്കളോട് ഈ കാര്യം പറഞ്ഞാൽ അവർ പറയുമത്രേ, എൻ്റെ മോൻ ഒരിക്കലും അത്തരം ഒന്നിൽ പെടൂല, നിങ്ങൾക്ക് ആളു മാറിയിട്ടുണ്ടാകും. തെളിവ് സഹിതം കൊണ്ടുവന്ന് പറഞ്ഞാൽ പോലും രക്ഷിതാക്കൾ സമ്മതിക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നല്ല ബോധത്തോടുകൂടെ പ്രവർത്തിക്കാൻ നമ്മളൊക്കെ ഒത്തൊരുമയോടെ മുന്നോട്ട് വരേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.